പൃഥു മഹാരാജാവ് സദസ്സിനോട് എന്താ പറഞ്ഞതെന്ന് നമുക്ക് കേൾക്കാം. രാജോവാച, രാജാവ് പറഞ്ഞു, സത്രത്തിൽ പങ്കെടുക്കാനായി ഇവിടെ സന്നിഹിതരായിട്ടുള്ള സദാചാരനിരതരായ സഭാവാസികളെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാലും നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. ധർമ്മമുറകളെ കുറിച്ചറിയാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് സജ്ജനങ്ങളെ അറിയിക്കേണ്ടത് ആവശ്യമാകുന്നു. സ്വാഭിപ്രായം ധർമാനുസൃതമാണോ അല്ലയോ എന്ന് അത് കേൾക്കുന്ന സജ്ജനങ്ങൾ തീരുമാനിക്കും. അവരുടെ അഭിപ്രായം കൂടി അറിഞ്ഞു വേണം ധർമ്മത്തിൻ്റെ ശരിയായ മാർഗം നിശ്ചയിക്കാൻ. രാജാവ് രാജധർമ്മത്തെ നിശ്ചയിക്കുന്നത് ഒറ്റയ്ക്ക് തീരുമാനമെടുത്തിട്ടല്ല, ചുറ്റുമുള്ളവരോടും കൂടി ആലോചിച്ചിട്ടാണ് തീരുമാനമെടുക്കുക. കാരണം തൻ്റെ തീരുമാനം തൻ്റെ ജീവിതത്തെ മാത്രം ബാധിക്കുന്നതല്ല, നാട്ടിലുള്ള എല്ലാവരെയും ബാധിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് ചുറ്റുമുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥനാണ്. ഈ കാലഘട്ടമൊക്കെയാണ് നമ്മൾ ബൂർഷ്വാ കാലഘട്ടം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞത്. ഈ കാലഘട്ടത്തിലെ ജനങ്ങള്, രാജാവ് ഇന്നത്തെ കാലത്തെ ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളെ പോലെ ഏകാധിപതികളല്ല. അവര് അവരുടെ പുകഴ്ത്തലുകൾ മാത്രം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ല. അവർ അവരുടെ വാക്കുകളെ കൊണ്ട് ബാക്കിയുള്ളവരെ ആയിരുന്നു. അവർ ചെയ്യേണ്ടുന്ന പ്രവൃത്തികൾ ശരിയായിട്ടാണോ ചെയ്യുന്നത് എന്നറിയുവാൻ ചുറ്റുമുള്ളവരുടെ അഭിപ്രായം കേൾക്കുവാൻ സന്നദ്ധരായിരുന്നു. ആ അഭിപ്രായങ്ങൾ കേട്ട് അവരുടെ തീരുമാനങ്ങളിൽ മാറ്റം വരുത്തുവാൻ അവർക്ക് ഒരു അഭിമാനക്കുറവും ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടമല്ലേ ശരിക്കുമുള്ള ജനാധിപത്യ കാലഘട്ടം എന്ന് ഒന്ന് ചിന്തിക്കേണ്ടതാണ് ഈ അവസരത്തിൽ. സത്രത്തിൽ പങ്കെടുക്കാനായി ഇവിടെ സന്നിഹിതരായിട്ടുള്ള സദാചാരനിരതരായ സഭാവാസികളെ, സദാചാരനിരതരായ സഭാവാസികളെ, സത്ത് എപ്പോഴും ഉള്ളത്, അതിലേക്ക് എത്തിച്ചേരുവാൻ അനിവാര്യമായിട്ടുള്ള പ്രവർത്തികളെ നിരന്തരം ചെയ്യുക എന്നുള്ളതാണ് സദാചാരം. അല്ലാതെ ആരെങ്കിലും കുറച്ചു പേര് ഒരിടത്ത് കൂടിയിരുന്ന് എന്തെങ്കിലുമൊക്കെ തീരുമാനിച്ച് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്നതല്ല സദാചാരം. സത്തിലേക്ക് എത്തിച്ചേരുവാൻ, സത്ത്, സച്ചിദാനന്ദത്തിലെ സത്ത്, ബീയിങ്നെസ്, എപ്പോഴുമുള്ളൊരു ഉണ്മ, അതിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തികൾ, അതിലേക്ക് എത്തിച്ചേരുവാൻ സഹായിക്കുന്ന പ്രവർത്തികൾ, അതാണ് സദാചാരം. അപ്പോൾ എല്ലാ വ്യക്തികളുടെയും ആഗ്രഹം അറിഞ്ഞും അറിയാതെയും പരമമായ പദത്തിലെത്തുക എന്നുള്ളതാണ്, പരമമായ സന്തോഷം അനുഭവിക്കുക എന്നുള്ളതാണ്, പരമമായ ബോധാവസ്ഥയിൽ നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അറിഞ്ഞും അറിയാതെയും നാം ചെയ്യുന്ന പ്രവർത്തികളെല്ലാം അതിലേക്ക് നയിക്കുമെന്ന് ധരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ എല്ലാ ആചരണങ്ങളും സത്തിലേക്ക് നയിക്കുന്നതല്ല. അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് സത്തിലേക്ക് നയിക്കുവാൻ സാധ്യതയുള്ള ആചരണങ്ങളാണ് ചെയ്യേണ്ടത്. അതാണ് സദാചാരം. അപ്പോൾ ഈ സഭയിൽ, ഈ മഹാസത്രത്തിൽ പങ്കെടുക്കുവാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് പരമമായ പദപ്രാപ്തിയാണ്. പരമമായ പദപ്രാപ്തിയാണ് എല്ലാവരുടെയും ലക്ഷ്യം. ആ ലക്ഷ്യമുള്ളവരാണ് ഈ ഒത്തുചേർന്നിട്ടുള്ളവർ. അതുകൊണ്ട് ഇവരെല്ലാം സദാചാര നിരതരാണ്. സദാചാരം വേറെ ആരെങ്കിലും അവരിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ളതല്ല. സ്വന്തം ജീവിതത്തിലൂടെ സ്വയം വരുത്തിയ തെറ്റുകളിലൂടെ തിരിച്ചറിഞ്ഞിട്ടുള്ള ആചാരമാണ്. അങ്ങനെയും ആചാരത്തെ തിരിച്ചറിയാം. തെറ്റുകളിലൂടെ ശരികളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. തെറ്റുകൾ വീണ്ടും വിചാരത്തിന് നമ്മളെ പ്രേരിപ്പിക്കും. ഒരു തെറ്റും ഒരു കാലത്തും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല എന്നർത്ഥം. ഒന്നും ചെയ്യാത്തവർ എവിടെയും
എത്തിച്ചേരാൻ പോകുന്നില്ല. അതുകൊണ്ട് സ്വന്തം തെറ്റുകളെ വിശകലനം ചെയ്ത് അതിൽ കുറ്റബോധമുണ്ടായി ആ കുറ്റബോധം ഒരു മൂലയിലേക്ക് ഒരാളെ ഒതുക്കാൻ പാടുള്ളതല്ല. തെറ്റുകൾ ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആ തെറ്റുകളിൽ നിന്ന് തിരിച്ചറിവുണ്ടായി. ആ തെറ്റുകളിൽ നിന്ന് തിരിച്ചറിവ് എങ്ങനെയാ ഉണ്ടാവുക? തെറ്റുകളെ വിശകലനം ചെയ്യുമ്പോൾ. തെറ്റുകളിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ടിരുന്നാൽ തെറ്റുകൾ ജീവിതത്തിലെ ശരികളെ പഠിപ്പിച്ചു തരുവാൻ ശ്രമിക്കുന്നത് ഇല്ലാതായിത്തീരും. തെറ്റുകളെ നേരിടുകയാണ് വേണ്ടത്, ഒളിച്ചോടുകയല്ല വേണ്ടത്. ലഹരിയിലൂടെയും മറ്റു പലതിലൂടെയും കുറ്റബോധത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. കുറ്റം എന്താണോ അതിനെ നേരിടണം. അപ്പോൾ ആ തെറ്റുകുറ്റങ്ങൾ നമ്മളിലെ കുറവുകളെ വെളിപ്പെടുത്തി തരും. അത് നമ്മളെ ശരികളിലേക്ക് നയിക്കും. അതുകൊണ്ട് ആ ശരികൾ നമ്മളെ സത്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ആചരണങ്ങളിൽ നിരതരായവരാരോ അവരാണ് സദാചാര നിരതർ. അല്ലാണ്ട് എപ്പോഴും ശരികൾ മാത്രം ചെയ്യുന്നവരല്ല. അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. അത് പുസ്തകത്തിലെ ശരികളാണെങ്കിലും അല്ലെങ്കിലും ആർക്കും പൂർണ്ണമായിട്ടും 100% ശരികൾ മാത്രം ചെയ്തൊന്നും ജീവിക്കാൻ സാധിക്കില്ല. അപ്പൊ ചെയ്യുന്ന തെറ്റുകളെ നേരിട്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ശരികളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കണം. ശരികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ചിലപ്പോൾ തെറ്റുകൾ ചെയ്തേക്കാം. അതിൽ നിന്നും പഠിച്ച് പിന്നെയും മുന്നോട്ട് പോകണം. അങ്ങനെ തൻ്റെ ചെയ്തികളെ സസൂക്ഷ്മമായി വിശകലനം ചെയ്ത് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സത്തിലേക്ക് എത്തിച്ചേരുവാൻ ഉദ്യമിക്കുന്നവർ ആരോ അവരാണ് സദാചാര നിരതർ. അപ്പൊ ഈ സദസ്സിൽ സത്രത്തിന് വന്നിട്ടുള്ളവരിലെല്ലാം സദാചാര നിരതർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവരെ അങ്ങനെ മഹാരാജാവ് അഭിസംബോധന ചെയ്തത്. സത്രത്തിൽ പങ്കെടുക്കാനായി ഇവിടെ സന്നിഹിതരായിട്ടുള്ള സദാചാര നിരതരായ സഭാവാസികളെ, നിങ്ങൾക്ക് വേറെ ഒരുപാട് പണികളുണ്ട്, നിങ്ങൾക്ക് വേറെ ഒരുപാട് ജോലികളുണ്ട്. അതിലൊക്കെ വ്യാപരിച്ച് ജീവിതം തള്ളി നീക്കുന്നതിന് പകരം അതൊന്നും ചെയ്യാതെ ഈ മഹാസത്രത്തിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത് തന്നെ നിങ്ങളുടെ സത്തിലേക്കുള്ള ആചരണത്തെ വെളിപ്പെടുത്തുന്നതാണ്. വളരെ ലളിതമായ ജീവിതമായിരിക്കും ആ സത്രം നടക്കുന്ന കാലഘട്ടത്തിൽ നയിക്കാൻ സാധിക്കുക. മഹാരാജാവിനെ തന്നെ നമ്മൾ നേരത്തെ കണ്ടു. ആഭരണങ്ങളൊന്നും ധരിക്കാതെ ദർഭപ്പുല്ല് കയ്യിലേന്തിയായിരുന്നു അദ്ദേഹത്തിന് നിൽപ്പ്. അമ്പും വില്ലും ഏന്തുന്ന കൈകൾ ദർഭപ്പുല്ലേന്തിയായിരുന്നു നിന്നിരുന്നത്. ആഭരണങ്ങളെ ധരിച്ചിട്ടില്ല. പട്ടുവസ്ത്രത്തിന്റെ മുകളിൽ കൃഷ്ണമൃഗ ചർമ്മം ചുറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പട്ട് കാണുകയില്ല. അപ്പൊ വളരെ ലളിതമായിട്ടുള്ള ജീവിതം. ആഹാരവും അതേപോലെ തന്നെ വളരെ ലളിതമായിരുന്നിരിക്കണം. അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ലളിതമായ ജീവിതം എന്ന് പറഞ്ഞാൽ ആഹാരത്തെയും കൂടി ഉൾക്കൊള്ളുന്നതാണ് ജീവിതം. അപ്പോൾ ആ ലളിതമായ ജീവിതം നയിക്കുവാൻ ജീവിതത്തിൽ മറ്റു പല കാര്യങ്ങളിലും വ്യാപരിക്കാൻ ഉണ്ടെന്നിരിക്കെ അതിലൊന്നും വ്യാപരിക്കാതെ ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർ സദാചാര നിരതരായിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തെ അവരെ അഭിസംബോധന ചെയ്യുന്നു. സത്രത്തിൽ പങ്കെടുക്കാനായി ഇവിടെ സന്നിഹിതരായിട്ടുള്ള സദാചാര നിരതരായ സഭാവാസികളെ, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാലും, എപ്പ കേൾക്കുന്ന കാര്യം പറയുമ്പോഴും വ്യാസഭഗവാൻ അതിൻ്റെ മുമ്പിൽ ഈ ശ്രദ്ധ എന്നുള്ള വാക്ക് ചേർക്കും. കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു വാക്ക് ഒരാൾ സംസാരിക്കുമ്പം അയാളുടെ വാക്കുകൾ നമ്മളിൽ പലതരത്തിലുള്ള ഓർമ്മകളെ ഉണർത്തും. ആ ഓർമ്മകളുടെ പശ്ചാത്തലത്തിൽ വേറൊരാളുടെ വാക്കുകൾ കേട്ടാൽ ആ ആൾ എന്താണോ ഉദ്ദേശിച്ചത് അത് നമുക്ക് വ്യക്തമായി മനസ്സിലാവുകയില്ല. അത് ശ്രദ്ധയില്ലാതെ കേൾക്കുന്നതാണ്. ശ്രദ്ധിച്ചു കേൾക്കുമ്പോൾ വാക്കുകൾ നമ്മളിൽ ഉണർത്തുന്ന ഓർമ്മകളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയും ആ ഓർമ്മകളുടെ ചുഴിയിൽപ്പെട്ട് അർത്ഥത്തെ അനർത്ഥമായി ഗ്രഹിക്കാൻ ഇടയാക്കാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധ അനിവാര്യമാണ്.
പറയുന്നയാളുടെ വാക്കുകളിലുള്ള ശ്രദ്ധ, അയാൾ വാക്കുച്ചരിക്കുമ്പോഴുള്ള ആ ഇൻറ്റൊണേഷനിലുള്ള ശ്രദ്ധ, അതൊക്കെ ഭാവത്തെ പ്രകടിപ്പിക്കുന്നതാണ്. ആ ആ പദ വിന്യാസം, അതെങ്ങനെയാണ് അതിൻ്റെ ആ ശബ്ദത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, അതിനെ ശ്രദ്ധിക്കുക. അപ്പൊ ചില വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മളിൽ ചില ഓർമ്മകൾ ഉണ്ടാവും. നമ്മൾ ശ്രദ്ധയോടുകൂടിയാണ് ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ ഓർമ്മകളുടെ വേലിയേറ്റത്തെ നാം തിരിച്ചറിയുന്നു. അതിൽ പെടാതെ നമുക്ക് വാക്കുകളെ കേൾക്കാൻ സാധിക്കും. അങ്ങനെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. നമ്മളുടേതായിട്ടുള്ള ഓർമ്മകളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങൾ നൽകാതെ, പറയുന്നയാൾക്ക് ആ പറയുന്നതിലൂടെ എന്തുദ്ദേശമാണോ വ്യക്തമാക്കേണ്ടതായിട്ടുള്ളത് അതിനെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് കേൾക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാലും. ഈ ഭാഗവതം കേൾക്കുമ്പോഴും അങ്ങനെ തന്നെ വേണം. കാരണം എൻ്റെ പല അഭിപ്രായങ്ങളും നിങ്ങളുടെ അഭിപ്രായമായി കൊള്ളണം എന്നില്ല. അപ്പോൾ എൻ്റെ ചില അഭിപ്രായങ്ങൾ ഒരു പക്ഷെ നിങ്ങളെ പ്രകോപിപ്പിച്ചേക്കാം. അപ്പോൾ ആ പ്രകോപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ തുടർന്ന് എൻ്റെ വാക്കുകൾ കേട്ടാൽ ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നതിലുപരി വ്യാസഭഗവാൻ ഈ ഗ്രന്ഥ പാരായണ ശ്രവണത്തിലൂടെ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് കേൾക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാലും നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. ശ്രദ്ധയോടുകൂടി കേട്ടാൽ മംഗളമല്ലാതെ അമംഗളം ഭവിക്കില്ല. അമംഗളം പലപ്പോഴും ഭവിക്കുന്നത് ശ്രദ്ധയില്ലാതെ കേൾക്കുമ്പോഴാണ്. പറയുന്നയാൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം വാക്കുകൾക്ക് നമ്മുടെ ഓർമ്മകളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനം രചിച്ച് കേട്ടാൽ ആ കേൾവി മംഗളത്തെ, സമാധാനത്തെ, സന്തോഷത്തെ അല്ല ഉണ്ടാക്കുക, അമംഗളത്തെയും അസന്തോഷത്തെയും അസമാധാനത്തെയുമാണ് ഉണ്ടാക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാലും നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. മംഗളം ഭവിക്കണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണം. മംഗളം ഭവിക്കണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കാണണം. ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തികളെ ശ്രദ്ധിക്കുന്നവർക്കാണ് മംഗളം ഭവിക്കുക. ശ്രദ്ധയോടുകൂടി അല്ലാതെ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ, വഴി വിട്ടു പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ അമംഗളമായിരിക്കും ഭവിക്കുക. എന്താണ് കാണുന്നത് എന്നുള്ളതല്ല, എന്താണ് കേൾക്കുന്നത് എന്നുള്ളതല്ല, കേൾക്കുന്നതിനെയും കാണുന്നതിനെയും പറ്റിയുള്ള നമ്മുടെ വ്യാഖ്യാനങ്ങൾ എന്താണ് എന്നുള്ളതാണ് പ്രധാനം. ആ വ്യാഖ്യാനങ്ങളാണ് പലപ്പോഴും അമംഗളത്തെ ഉണ്ടാക്കുന്നത്. കാഴ്ചകളോ കേൾവികളോ അല്ല. അവയ്ക്ക് നാം നമ്മുടെ ഓർമ്മകളുടെ കൂമ്പാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കൊടുക്കുന്ന വ്യാഖ്യാനങ്ങളാണ് അമംഗളത്തെ ഉണ്ടാക്കുന്നത്. ഇതൊന്നും അത്ര എളുപ്പം സാധിക്കില്ല. പക്ഷെ വീണ്ടും വീണ്ടും നിരന്തരം കേട്ടുകൊണ്ടും ഇതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടും മുന്നോട്ട് പോയാൽ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നത് പോലെ, നീന്താൻ പഠിക്കുന്നത് പോലെ ടക്ക് പെട്ടെന്നൊരു നിമിഷം അത് എപ്പോഴായിരിക്കും എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അത് ശരിയാവും. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാലും നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. ധർമ്മമുറകളെ കുറിച്ചറിയാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് സജ്ജനങ്ങളെ അറിയിക്കേണ്ടത് ആവശ്യമാകുന്നു. ധർമ്മത്തെക്കുറിച്ച് ഒരു സംവാദം എപ്പോഴും ഉണ്ടാകുന്നത് നല്ലതാണ്. പ്രത്യേകിച്ചും മഹാരാജ ഒരു കീ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിന് സ്വന്തം ആചരണം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആചരണം ആ നാടിൻ്റെ അഭിവൃദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം വ്യക്തമാക്കേണ്ടതാണ്. ഇപ്പം നമ്മുടെ സ്വഭാവം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ ഊന്നി നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത്. പക്ഷേ നമ്മുടെ സ്വഭാവത്തെ പറ്റി നമുക്ക് തെറ്റായ ധാരണകൾ ഉണ്ടാക്കാം. അപ്പം നമ്മുടെ സ്വഭാവത്തെ പറ്റി മറ്റുള്ളവരോടും കൂടി സംവദിക്കുമ്പോഴാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുക. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴാണ്, ശ്രദ്ധയോടുകൂടി സംസാരിക്കുമ്പോഴാണ്, നിങ്ങൾ പറയുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കുമ്പോഴാണ്
എനിക്ക് എന്നെ മനസ്സിലാവുക, എൻ്റെ സ്വഭാവം വ്യക്തമായി ധരിക്കാൻ സാധിക്കുക. അതുകൊണ്ട് ധർമ്മത്തെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം വ്യക്തമായി പറയണം. ധർമ്മമുറകളെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് സജ്ജനങ്ങളെ അറിയിക്കേണ്ടത് ആവശ്യമാകുന്നു. സത്തിലേക്കുള്ള പ്രയാണം നടത്തുന്ന ജനങ്ങൾ, സജ്ജനങ്ങൾ, ഒരേ ലക്ഷ്യത്തിലേക്ക് പോകുന്ന ആൾക്കാർ, അവര് നമ്മളുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ, നമ്മളുടെ അഭിപ്രായങ്ങളിലെ വൈരുദ്ധ്യങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് നമ്മളെ ഇകഴ്ത്താൻ വേണ്ടിയിട്ടല്ല, അത് നമ്മളെ ചവിട്ടി താഴ്ത്താൻ വേണ്ടിയിട്ടും അല്ല. നമുക്ക് വെളിപ്പെടുത്തി തരുന്നതിലൂടെ അവർ നമ്മളെ മുന്നോട്ട് പോകുവാൻ സഹായിക്കുകയാണ്. നമ്മുടെ മുന്നോട്ടുള്ള പോക്കിന് ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നത്. ധർമ്മമുറകളെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് സജ്ജനങ്ങളെ അറിയിക്കേണ്ടത് ആവശ്യമാകുന്നു. ഒരു ഡയലോഗ്, ഒരേ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നവർ തമ്മിൽ ഒരു തുറന്ന സംവാദം എപ്പോഴും നല്ലതു തന്നെയാണ്. ആ സംവാദമില്ലായ്മയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ മുഴുവൻ. ഇവിടുത്തെ ഭരണാധികാരികൾ ദുഷിക്കുവാനുള്ള പ്രധാന കാരണം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുവാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പം ആ അഭിപ്രായങ്ങൾ കേൾക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് നമ്മൾ നമ്മളെ പറ്റി ധരിക്കുന്നതാണ് ശരി എന്ന് കരുതും. അതെപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മുടെ മുന്നോട്ടുള്ള പോക്കിനാണ് അത് തടസ്സം നിൽക്കുക. അപ്പൊ അതുകൊണ്ട് ചുറ്റുപാടുകളിലുമുള്ളവരുടെ അഭിപ്രായങ്ങൾ അതെല്ലാം മുഖവിലയ്ക്ക് എടുത്തോളണം എന്നൊന്നുമില്ല. നമ്മുടെ ചുറ്റുപാടുകളിലുള്ളവരുടെ അഭിപ്രായങ്ങളെ എല്ലാം മുഖവിലക്കെടുത്ത് നമുക്ക് മുന്നോട്ട് പോയിക്കൊള്ളാൻ സാധിക്കണം എന്നില്ല. പക്ഷേ അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കണം. അഭിപ്രായങ്ങൾ എന്താണെന്ന് സജ്ജനങ്ങളെ അറിയിക്കേണ്ടത്, അത് വ്യക്തമായിട്ട് അറിയിക്കണം. ഞാൻ ഇന്നതാണ് ഉദ്ദേശിക്കുന്നത്, ഇതാണ് എൻ്റെ സ്വഭാവാനുസൃതമായ പ്രവൃത്തി. അപ്പൊ അവര് പറയും നിങ്ങളുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ് എന്ന് ധരിക്കാൻ എന്താ കാരണം? അപ്പൊ ഞാൻ പറയും ഇന്നതൊക്കെയാണ്, ഞാൻ എൻ്റെ സ്വഭാവം ഇന്നതാണ് എന്ന് ധരിക്കാൻ കാരണം. അപ്പൊ അവരുടെ ചില ഇൻപുട്ടുകൾ കൂടി സഹായിക്കുമ്പം എനിക്ക് എൻ്റെ സ്വഭാവത്തെ പറ്റിയിട്ടുള്ള ധാരണ കുറച്ചും കൂടി കൃത്യമാക്കാൻ സാധിക്കും. അത് കൃത്യമാകുമ്പോൾ ധാർമ്മികമായ എൻ്റെ പ്രവർത്തികൾ കൃത്യമാകും, എൻ്റെ മുന്നോട്ടുള്ള പോക്കും സുഗമമാകും. സ്വാഭിപ്രായം ധർമാനുസൃതമാണോ അല്ലയോ എന്ന് അത് കേൾക്കുന്ന സജ്ജനങ്ങൾ തീരുമാനിക്കും. അപ്പോൾ ധർമ്മം ഒരു കാട്ടുമൂലയ്ക്ക് ഒറ്റയ്ക്ക് പോയിരുന്ന് കണ്ടെത്തേണ്ടതല്ല. ധർമ്മം ജീവിതത്തിൽ പലരുമായിട്ട് ഇടപഴകി ശ്രദ്ധയോടുകൂടി ഇടപഴകുമ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നതാണ്, മനസ്സിലായി വരുന്നതാണ്. നമ്മളിൽ മറഞ്ഞു കിടക്കുന്ന പല ഭാവങ്ങളും പുറത്തു വരുന്നത് ചുറ്റുപാടുകളിലും ഉള്ളതുമായിട്ട് വ്യക്തികളോടും ജീവജാലങ്ങളോടും മാത്രമൊന്നുമല്ല, അചേതനമായതിനോടുമുള്ള നമ്മുടെ ഇടപഴകലിലൂടെയാണ് നമുക്ക് നമ്മളെ വ്യക്തമായി മനസ്സിലാവുക. നമ്മളെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് നമ്മുടെ ധർമ്മം എന്താണെന്ന് തിരിച്ചറിയുവാൻ നമ്മളെ സഹായിക്കും. നമ്മുടെ ധർമ്മം എന്താണെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ആചരണത്തിലൂടെ നമുക്ക് പരമമായതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ജീവിതമാണ് മാർഗദർശകർ, ജീവിതമാണ് നമ്മുടെ വഴികാട്ടി. അല്ലാതെ ഈ ജീവിതം മുഴുവൻ ഉപേക്ഷിച്ച് ഏതെങ്കിലും ഒരു കാട്ടുമൂലയ്ക്കകത്ത് ഒരു ഗുഹയ്ക്കകത്ത് പോയിരുന്ന് എന്ത് ചെയ്താലും പ്രാപിച്ചു എന്ന് നിങ്ങൾക്ക് സ്വയം പറയാൻ സാധിക്കുമെന്നല്ലാതെ മറ്റൊന്നിനും അത് ഗുണം ചെയ്യും എന്ന് തോന്നുന്നില്ല. ജീവിത കളരിയിൽ അടരാടുമ്പോൾ മാത്രമേ സ്വധർമ്മം വ്യക്തമായി ബോധ്യപ്പെടുകയുള്ളൂ, അത് ആചരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മഹാരാജാവ് പറയണത് അഭിപ്രായം പ്രവൃത്തിയായി മാറുക ചെയ്യാം. അതുകൊണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവണം, അപ്പോഴേ തനതായിട്ടുള്ള പ്രവൃത്തി ഉണ്ടാവുള്ളൂ. ചിലർക്ക് നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ഉള്ള ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ചിലർക്ക് സദസ്സിൽ വെച്ച് പറയാനുള്ളതാണ് ധാർമ്മികമായ അഭിപ്രായങ്ങൾ, പ്രവൃത്തിയുമായിട്ട് അതിന് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അവരോട് ആരോ പറഞ്ഞു കൊടുത്തു
എന്ന രീതിയിലാണ് അവരെപ്പോഴും ധാർമ്മികമായ ആദർശത്തിൻ്റെതായിട്ടുള്ള വാക്കുകളായിരിക്കും സദസ്സിൽ നിന്ന് ഉരിയാടുക. പ്രവൃത്തിയിൽ ഇതിൻ്റെ ഒരു പ്രതിഫലനവും ഉണ്ടാവുകയില്ല. അതായത് ആരോ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് സംശയം തോന്നും നമുക്ക്. അഭിപ്രായവും ആചരണവും തോളോട് തോൾ ചേർന്ന് പോകേണ്ടതല്ല. അഭിപ്രായം ഒരു വഴിക്കും ആചരണം മറ്റൊരു വഴിക്കും, പ്രവൃത്തി മറ്റൊരു വഴിക്കും ആകാം എന്നാണ്. അങ്ങനെയല്ല, അഭിപ്രായം അനുസരിച്ചിട്ടായിരിക്കണം പ്രവൃത്തി. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം സ്വധർമ്മനിരതമാണെങ്കിൽ മാത്രമേ എൻ്റെ പ്രവൃത്തി സ്വധർമ്മനിരതമാവുകയുള്ളൂ. എനിക്ക് എന്നെ കുറിച്ചിട്ടുള്ള ധാരണ ശരിയാണോ എന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഇടപഴകുമ്പോഴാണ് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുക. ആ ഇടപഴകലിനെയും കൂടിയാണ് ഈ സംവാദം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വാഭിപ്രായം ധർമാനുസൃതമാണോ അല്ലയോ എന്ന് അത് കേൾക്കുന്ന സജ്ജനങ്ങൾ തീരുമാനിക്കും. അവരുടെ അഭിപ്രായം കൂടി അറിഞ്ഞു വേണം ധർമ്മത്തിന്റെ ശരിയായ മാർഗം നിശ്ചയിക്കാൻ. അവരുടെ അഭിപ്രായം അനുസരിച്ച് വേണം ധർമ്മത്തിന്റെ ശരിയായ മാർഗം നിശ്ചയിക്കാൻ എന്നല്ല പറഞ്ഞത്, അവരുടെ അഭിപ്രായം കൂടി അറിഞ്ഞു വേണം. അതുകൊണ്ട് നമുക്ക് നമ്മളെ പറ്റിയിട്ടുള്ള അഭിപ്രായം മാത്രം പോരാ, നമ്മുടെ അഭിപ്രായങ്ങളെ പറ്റിയും നമ്മളെ പറ്റിയും നമ്മുടെ ചുറ്റുപാടും നിൽക്കുന്നവർക്ക് എന്താണ് അഭിപ്രായം എന്നുകൂടി അറിയണം. ആ അഭിപ്രായത്തെയും കൂടി കണക്കിലെടുത്ത് സ്വാഭിപ്രായത്തെ മിനുക്കണം. ആ സ്വാഭിപ്രായ പ്രകാരം പ്രവർത്തിക്കണം. ആ പ്രവൃത്തി സത്തിലേക്ക്, പരമമായതിലേക്ക് കൊണ്ടുപോകും. ജീവിതമാണ് മഹാഗുരു, ജീവിതമാണ് സാധനാ കളരി. ജീവിതത്തിൽ നിന്ന് വേറിട്ട് മറ്റൊരു ആധ്യാത്മികതയില്ല. എത്ര വ്യക്തമായിട്ടാ സജ്ജനങ്ങൾ സ്വാഭിപ്രായം ധർമാനുസൃതമാണോ അല്ലയോ എന്നത് കേൾക്കുന്ന സജ്ജനങ്ങൾ തീരുമാനിക്കും. അവരുടെ അഭിപ്രായം കൂടി അറിഞ്ഞു വേണം ധർമ്മത്തിന്റെ ശരിയായ മാർഗം നിശ്ചയിക്കാൻ. പുസ്തകത്താളുകളിലെ വാക്കുകൾ ഹൃദിസ്ഥമാക്കിയിട്ട് മനസ്സിലാക്കേണ്ടതല്ല ധർമ്മം. ജീവിതത്തിലൂടെ ചുറ്റുപാടുകളിലും ഉള്ളതുമായിട്ട് ഇടപഴകുന്നതിലൂടെ വ്യക്തമായി തിരിച്ചറിയേണ്ടതാണ് ധർമ്മം.